ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ബീച്ചിൽ പോയി നല്ലത്തേട്ടാ ശശിയായി ഞാൻ. അപ്പോൾ വൈകുന്നേരമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൊണ്ടവേദനയായതുകൊണ്ട് സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യുക. നിലയുണ്ട്, നില ബാക്കിലിരിക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ നിലേനാ. ഹലോ നില, ഹായ് ഗൈസ്. പറ എവിടെയാ പോന്നേ? എന്താ ബീച്ചിലെന്ന പരിപാടി? അതെന്ത് പരിപാടി? വിമലമ്മി ഹായ് പറയണം പോലും. വിമലമ്മി ഹായ് പറഞ്ഞിട്ട് പോയാ മതി. എന്നിട്ട് ബീച്ചിൽ പോവാന്ന്. ബാക്കിലുള്ള റെഡ് മൂൺ ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നോക്കൂ, കുട്ടി മിന്നണില്ല ഗൈസ്. പറ. അത് പുഴയല്ല. പറ. വെൽക്കം ടു മൈ ചാനൽ എന്നാ പറയുന്നത്. ഇവിടെ ഇരിക്കണം ഫ്രണ്ടില്. നമ്മൾ ബീച്ചിലെത്തി. ഗൈസ്, നമ്മൾ പാർക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി പാർക്കിലെത്തിയിട്ട് ബാക്കി വിശേഷം. അങ്ങനെ നമ്മൾ പള്ളിക്കര ബീച്ച് പാർക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ പാർക്കിങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സെറ്റാണ്. അപ്പം നമ്മൾ ബീച്ചിൽ പോയിട്ട് പറ മോളു, പറടി. പറ സൗദ പറഞ്ഞത്. പറ സൗദ. ഇത് ബീച്ചാണ് ഗൈസ്, ഇത് ബീച്ചാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ കയറിയത് കുട്ടികളെ പാർക്കിലേക്കാണ്. അതെന്താ വെച്ചാൽ ആദ്യം ഇവളെ ഒന്ന് സെറ്റാക്കിയില്ലെങ്കിൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. അങ്ങനെ പിന്നെ അവിടെ ഊഞ്ഞാലിരുത്തിയിട്ട് ആടാൻ തുടങ്ങി. എന്താ ഒരാട്ടം. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും തോന്നി എന്താന്ന് ഒന്നും ആടിയാൽ. അങ്ങനെ ഞാനും കയറി പിന്നെ ആടടാ ആട്ടം ആടിക്കൊണ്ടേയിരുന്നു. നമ്മൾ ബീച്ച് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് ചോട്ടിട്ടുണ്ട്. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കാറ്റുണ്ടായിന്. അതുകൊണ്ട് ഒരു ഗ്ലാസ് എടുക്കായിരുന്നു നിലക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു കൂളിംഗ് ഗ്ലാസ്. എന്നാൽ കാറ്റത്ത് ഇങ്ങനെ പൊടി കണ്ണിലാവൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ. നോക്ക് സൗദ, ചിരിക്ക് സൗദ. നീല ഫുൾ മണ്ണ് കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ ഇവളുടെ കുരുത്തപ്പട നമുക്ക് കാണുന്നുണ്ടോ? കോരാനോ? കോരാൻ നമ്മൾ നല്ല രസമായി വാടെ പോയിട്ട്. ഇത് ഇപ്പോഴേ തീരുവില്ലല്ലോ ചേട്ടാ ഈ സംഭവം. അതാണ് ആ കാണുന്നത് ബേക്കൽ കോട്ട. കണ്ടോ? അതന്നെ കണ്ടിന്. ഇതൊക്കെ നേരത്തെ ചീത്ത കിട്ടിയോണ്ട് നീല കുറച്ച് പേടിച്ചിരിക്കുന്നല്ലേ.
ഇവർ നമ്മളെ നാട്ടിൽ ഡിമാൻഡ് ഉണ്ടാവും, പുറത്തത്ര ഇതൊന്നും ഉണ്ടാവില്ല. ബീച്ചിലിറങ്ങിയ പിന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. നമ്മളൊരു 8:30 അവിടെ നിന്ന് തിരിച്ചു. വരുമ്പം തന്നെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി. പിന്നെ നമ്മൾ നേരെ പോയത് AFCയിലേക്കാണ് ഫുഡ് കഴിക്കാൻ. അത്ര വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അവിടെ എത്തി. നമുക്ക് ഫ്രൈഡ് ചിക്കനും നിലക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഹലോ ഗൈസ്, നില ഫുഡ് കഴിക്കും. ഒടുക്കത്തെ വിശപ്പായിരുന്നു ഗൈസ്. ഫുഡ് വന്നതും തീർന്നതും ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ബൈ.